തിരുവനന്തപുരം ആറ്റിപ്ര സോണൽ ഓഫീസിന് പിറകിലുള്ള മാലിന്യ സംഭരണശാലയിൽ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്ന് നിഗമനം. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന ആറ്റിപ്ര സോണൽ ഓഫീസിന് തൊട്ട് മുകളിലുള്ള ഈ മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി ഫയർഫോഴ്സ് വിവരം അറിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും 4-ലധികം യൂണിറ്റുകൾ കഴക്കൂട്ടത്ത് നിന്ന് എത്തി ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. ഒരു വർഷത്തോളമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഏകദേശം 4 വാർഡുകളിൽ നിന്നായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിടുകയാണ് എന്നൊരു പരാതിയാണ്, ആക്ഷേപമാണ് നഗരസഭയെ പറ്റി നാട്ടുകാർ ആരോപിക്കുന്നത്. ആ മാലിന്യം കൃത്യമായി സംസ്കരിക്കുവാനോ മറ്റു നടപടികൾ എടുക്കുവാനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെയായിരുന്നു. താഴെ ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നഗരസഭ അധികൃതർ ഇവിടെ എത്തി ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപകടം വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകളില്ലാത്തത് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാൻ സാധിക്കും. ക്യാമറമാൻ വിജു എം സായിയോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.